കഴിഞ്ഞ ദിവസം ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ചധികം തന്നെ ലേറ്റായിപ്പോയി. പക്ഷേ കുട്ടികൾക്ക് ലഞ്ച് കൊടുത്തു വിടുകയും വേണം. വീട്ടിൽ ഭാഗത്തിന് ബണ്ണുണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ച് ബണ്ണും ഒരു ഓംലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തട്ടിക്കൂട്ടൽ ബർഗർ പോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു വിട്ടു. വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, ലഞ്ച് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ നന്ദുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഷി വാസ് സാറ്റിസ്ഫൈഡ്. പക്ഷേ പാറുവിന് അത് ഇഷ്ടമായില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നന്ദുവിന് ഉണ്ടാക്കി കൊടുക്കുന്നത് പാറുവിന് ഇഷ്ടാവില്ല, പാറുവിന് ഉണ്ടാക്കി കൊടുത്തു വിടാൻ നന്ദുവിന് ഇഷ്ടാവില്ല. പിന്നെ രണ്ടുപേർക്കും ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ കൊടുത്തു വിടും. അതാണ് ഇവിടുത്തെ കാര്യം. നന്ദുവിനും നാളെയും ലഞ്ചിന് ഇത് തന്നെ മതി എന്നാണ് ഡിമാൻഡ്. പക്ഷെ പാറുവിന് ഇത് വേണ്ടാതാനും. അപ്പം ഞാൻ വിചാരിച്ചു നന്ദുവിന് ഈ ബർഗറും കൊടുത്തു വിടാം, എനിക്ക് പാറുവിനും വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അതിനായിട്ട് ബണ്ണ് ഞാൻ ആദ്യമേ ടോസ്റ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ഈ യെല്ലോ കളറിലുള്ള ബണ്ണ് കാണുന്നില്ലേ, അത് തൃപ്പൂണിത്തുറ മാർക്കറ്റ് ജംഗ്ഷൻ്റെ ഉള്ള ഗ്രീൻസ് അങ്ങാടി എന്ന് പറയുന്ന കടയിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അതിൻ്റെ പേര് കസ്റ്റേർഡ് ബണ്ണോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ബണ്ണും ടേസ്റ്റ് ഇതുപോലെ നമ്മുടെ സാധാരണ ബണ്ണിനേക്കാളും കുറച്ചുകൂടെ മധുരം കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ബണ്ണ് ടോസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഓംലേറ്റ് പോലെ ഉണ്ടാക്കി. എന്നിട്ട് അതും റെഡിയായി കഴിഞ്ഞിട്ട് ബണ്ണിൽ ഇതുപോലെ തന്നെ സോസ് പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഇച്ചിരി പീസ് ഓംലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ചീസ് സ്ലൈസും വെച്ച് കൊടുത്തിട്ട് അത് അടയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണമാണ് ഞാൻ നന്ദുവിന് കൊടുത്തു വിട്ടത്. പിന്നെ എനിക്കും പാറുവിനും കൊണ്ടുപോകാനായിട്ട് ഞാൻ ടൊമാറ്റോ റൈസും കൂടി ഉണ്ടാക്കി. എളുപ്പത്തിലും വേഗം തന്നെ കഴിയാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ റൈസ് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയത്. ടൊമാറ്റോ റൈസിന് ടേസ്റ്റ് കുറച്ച് നല്ലോണം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരി തിളപ്പിക്കാനുള്ള വെള്ളത്തിന് പകരം സാദാ വെള്ളം ചേർക്കുന്നതിന് പകരം ഇൻസ്റ്റൻറ്റ് നാളികേരപ്പാൽ കിട്ടുമല്ലോ, അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ടൊമാറ്റോ റൈസ് കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ബാക്കി പാത്രങ്ങളിലേക്ക് ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് സ്നാക്സായിട്ട് ചോക്കോ ബേക്സിൻ്റെ ബിസ്ക്കറ്റും പിന്നെ കുറച്ച് ബദാമുമാണ് നന്ദുവിനും പാറുവിനും കൊടുത്തു വിടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നന്ദുവിൻ്റെ ഈ ബർഗറും പാത്രത്തിലേക്ക് ആക്കി. ഇനി പാത്രത്തിലേക്ക് ആക്കാനുള്ള നമ്മുടെ ടൊമാറ്റോ റൈസാണ്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോകണമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് വൈകുന്നേരം നന്ദുവിനും പാറുവിനും വൈകുന്നേരം വന്നിട്ട് കുടിക്കാനുള്ള ഷേക്കിനുള്ള നട്ട്സും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയത്തേക്കും കുക്കർ തുറന്ന് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഇട്ടു. എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് തന്നെ മല്ലിയില ഇട്ട നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പാറുവിനുള്ള ലഞ്ചാണ് ആൻഡ് ഓൾസോ എൻ്റെ ലഞ്ചാണ്. ബർഗറും നന്ദുവിനുള്ള ലഞ്ചാണ്. അപ്പോൾ ഒരു ബർഗർ ബാക്കിയുണ്ടായിരുന്നു, ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സെറ്റ് ഓഫ് പാത്രങ്ങൾ നമ്മൾ കൊടുത്തു വിടും. പക്ഷേ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ സിങ്കിൽ നിറഞ്ഞു കിടക്കുമ്പോൾ കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ ഇത്രയും പാത്രങ്ങൾ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിഫിൻ ബോക്സ് ആൻഡ് ലഞ്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഈസ് വെരി വാല്യുബിൾ ഫോർ മീ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.